നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്താൻ നടപടി തുടങ്ങി. ജാതി വിവേചനത്തെ തുടർന്ന് കഴകക്കാർ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇത്തവണയും അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്കാണ്. തിരുവനന്തപുരം സ്വദേശിയായ ബാലു ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഈ പുതിയ നിയമനം. പട്ടികയിൽ തന്നെ അടുത്ത ആളായ ചേർത്തല സ്വദേശിയായ അനുരാഗിനാണ് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത്. നിയമപ്രകാരം അടുത്ത ഊഴവും ഈഴവ ഉദ്യോഗാർത്ഥിക്കാണ്. കൂടൽമാണിക്യം ദേവസ്വമാണ് അഡ്വൈസ് മെമ്മോ പ്രകാരം നിയമനം നടത്തേണ്ടത്. നേരത്തെ തന്നെ ഇതിനെ തുടർന്ന് വിവാദം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ഭരണസമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തേക്കും എന്നാണ് അറിയുന്നത്. അതേസമയം ദേവസ്വം ചെയർമാനായ KB മോഹൻദാസിന്റെ നിലപാടും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ബാലുവിന് നിയമനം ലഭിച്ചത് ഓപ്പൺ കാറ്റഗറി പ്രകാരമാണ്. ഇതിലാണ് അനുരാഗിന് അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് തന്നെ നൽകേണ്ടതാണ്. അതിന് ഇനി കാലതാമസം വരുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ദേവസ്വത്തിന്റെ നിയമന ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് അനുരാഗം അറിയിച്ചിട്ടുള്ളത്. MA കാരനായ ബാലു റാങ്ക് പട്ടികയിൽ 1ാം റാങ്കുകാരനാണ്. പൊതുവിഭാഗത്തിലാണ് ബാലുവിന് നിയമനം ലഭിച്ചത്. ബാലു രാജിവെച്ചതോടെയാണ് 2ാം നിയമനം ഈഴവ സംവരണം ആയത്. ഇതേ തുടർന്നാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള 23കാരനായ അനുരാഗിന് അവസരം ലഭിക്കുന്നത്. ചേർത്തല സ്വദേശിയായ അനുരാഗ് ബിരുദധാരിയാണ്. മാലകെട്ട് കഴകക്കാരനായ ഫെബ്രുവരി 24-ന് ബാലു ചുമതല ഏറ്റതോടെയാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വിവാദം ഉയർന്നത്. 6 ബ്രാഹ്മണ തന്ത്രിമാരാണ് ബഹിഷ്കരണം നടത്തിയത്. പിന്നീട് ബാലുവിനെ ഓഫീസ് അറ്റൻഡറായി മാറ്റിയ ശേഷം മാത്രമാണ് ഇവർ പ്രതിഷ്ഠാ ദിനത്തിന് പോലും എത്തിയത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവം മെയ് 8-നാണ്. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ തന്ത്രിമാർ വരുമോ എന്നാണ് ഇപ്പോൾ സംശയം. അനുരാഗ് വന്നു കഴിഞ്ഞാൽ തന്ത്രിമാർ എന്ത് നിലപാട് എടുക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യവും. നിലവിൽ അടിച്ചുതള്ളി ജീവനക്കാരനായ രാജേഷ് പിഷാരടിയാണ് മാലകെട്ട് കഴകം ജോലി ചെയ്യുന്നത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആദ്യത്തെ കഴകം തസ്തികയിലെ നിയമനമായിരുന്നു ബാലുവിന്റേത്. പരീക്ഷ വിജയിച്ച് അഭിമുഖവും നടത്തിയാണ് 1ാം സ്ഥാനം ബാലു സ്വന്തമാക്കിയത്. ബാലുവിന് നൽകിയ അതേ വ്യവസ്ഥകൾ തന്നെയാണ് അനുരാഗം പാലിക്കേണ്ടത്. 10 മാസത്തേക്ക് കഴകം പ്രവർത്തികളും പിന്നീട് ബാക്കിയുള്ള 2 മാസം ദേവസ്വം നിശ്ചയിക്കുന്ന മറ്റു ജോലികളും ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. പരമ്പരാഗത കഴകക്കാർക്ക് ഈ 2 മാസം മാത്രമാണ് അവകാശമുള്ളത്. എന്നാൽ പരമ്പരാഗത കഴകക്കാരെ തഴയാൻ അനുവദിക്കില്ലെന്നാണ് തന്ത്രിമാരുടെ ഇപ്പോഴത്തെ നിലപാട്.